ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക്. അയോധ്യ വിഷയത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത രംഗത്ത്. പ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ സീതാറാം യെച്ചൂരിയുടെ ആർജവമാണ് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ കാണിക്കേണ്ടത്. ജനാധിപത്യ വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നതും അതാണെന്ന് സമസ്ത മുഖപത്രം പറയുന്നു. സംഘപരിവാർ സംഘടനകളെ അതേ നാണയത്തിൽ എതിരിടണം എന്ന മണ്ടത്തരം ആരാണ് നേതൃത്വം നൽകുന്നതെന്നും ലേഖനത്തിൽ ചോദിക്കുന്നു. പള്ളി പൊളിച്ചെടുത്ത് കോൺഗ്രസ് കാലുവയ്ക്കുമോ എന്നും മുഖപ്രസംഗത്തിൽ ചോദിക്കുന്നുണ്ട്. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് ചേരുന്നു. ദീപക്, സംസ്ഥയുടെ നിലപാട് രൂക്ഷമാണല്ലോ, പറയൂ. SKN സമസ്ത ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വത്തെ ഇത്രയും കടന്നാക്രമിച്ച് അല്ലെങ്കിൽ അതിരൂക്ഷമായി വിമർശിക്കുന്ന ഘട്ടങ്ങൾ ഈ സമീപകാലത്ത് ഉണ്ടായിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം അതിൻ്റെ തലക്കെട്ട് തന്നെ പള്ളി പൊളിച്ചെടുത്ത് കോൺഗ്രസ് കാലുകുത്തുമോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സോണിയാഗാന്ധി ക്ഷണം സ്വീകരിച്ചതാണ് സമസ്തയെ ചൊടിപ്പിച്ചത്. മാത്രവുമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPIM-നെ അല്ലെങ്കിൽ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം കാണിച്ച ആർജവം മാതൃകാപരമാണ്. അദ്ദേഹത്തിൻ്റെ ആർജവം എന്തുകൊണ്ട് സോണിയാഗാന്ധിക്ക് ഇല്ലാതെ പോയി എന്നുള്ള രീതിയിലുള്ള ചോദ്യമാണ് ഈ മുഖപ്രസംഗത്തിൽ, സുപ്രഭാതം പത്രത്തിൻ്റെ മുഖപ്രസംഗത്തിൽ ചോദിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മധ്യപ്രദേശിൽ കാണിച്ച മൃദു ഹിന്ദുത്വ സമീപനം കോൺഗ്രസിന് തിരിച്ചടി നൽകിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. അതായത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ശൈലിയിലുണ്ടായ, നയത്തിലുണ്ടായ മാറ്റങ്ങളെ വിമർശിച്ചുകൊണ്ടാണ് ഈ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലേക്ക് കോൺഗ്രസ് പങ്കെടുക്കുന്നതിനെ ഈ രീതിയിൽ സമസ്തയുടെ മുഖപത്രം വിമർശിക്കുന്നത്. ഇന്ത്യ ഹൃദയഭൂമിയിൽ കോൺഗ്രസിന് സ്വാധീനമില്ലാതാകുന്നത് BJP-യുടെ തീവ്ര ഹിന്ദുത്വ നിലപാടിനോട് കിടപിടിക്കാവുന്ന രീതിയിലുള്ള മൃദു ഹിന്ദുത്വ നിലപാടെടുക്കുന്നതാണ്. അത്തരമൊരു നിലപാടല്ല യഥാർത്ഥത്തിൽ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നേതാക്കൾ ആഗ്രഹിച്ചത്. ബഹുസ്വരതയായിരുന്നു, മതേതരത്വമായിരുന്നു, നാനാത്വത്തിലെ ഏകത്വമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തെ, പ്രത്യേകിച്ച് സോണിയാഗാന്ധിയെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അതിരൂക്ഷമായ വിമർശനമാണ് സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം നടത്തിയിരിക്കുന്നത് അവരുടെ എഡിറ്റോറിയലിലൂടെ. SKN. ഓക്കെ, താങ്ക് യു ദീപക് ധർമ്മടം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.